ഹലോ ഹായ്, എല്ലാവർക്കും യുവാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്കൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പം രാവിലെ ഞങ്ങളതൊരു പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവളെ ഇവാനി റെഡിയായി, ഡ്രസ്സൊക്കെ ഇട്ടു. ഇനി അവളെ റെഡിയാക്കണം. ഓക്കെ, ഫോണ് കൊടുക്കാത്തതിന് ദേഷ്യത്തിന് കയറിയിരിക്കുക. ഇതെല്ലാം വരുന്നത് ദോശയും പഞ്ചസാര. അഞ്ചാം മാസത്തെ ഷുഗർ ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഷുഗർ നന്നായിട്ട് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡയറ്റ് ചെയ്തിട്ട് 2 ആഴ്ച ഡയറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഡയറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നിനിയിപ്പം ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവാം. അതിനുള്ള റെഡിയാകലാണ് ഇവിടെ നടക്കുന്നത്. ടാറ്റ പോവാണ് നമ്മൾ. കുറച്ച് പറ. ഇപ്പോൾ രാവിലെ ഒരു 8:30 ആയി. ഞങ്ങളിപ്പോൾ ലാബിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോയി ബ്ലഡ് കൊടുത്തിട്ട് വരാം. കുത്തി ബ്ലഡ് എടുത്തു. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി എടുക്കണോ? ഭക്ഷണം കഴിക്കാൻ പോകാം. എൻ്റെ പഴയ റിസൾട്ടൊക്കെ എടുത്തല്ലേ. ബ്ലഡ് വരുന്നുണ്ട്. ഓക്കെ, പോകാം. ഞങ്ങളിപ്പോഴല്ലേ കഴിക്കാനായിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നേ. ഇവിടെ സൈഡ് ഹോട്ടല് മാളവിക അല്ലേ? നമുക്ക് വേണമെങ്കിൽ മാളവികയുമോ? മാളവിക. അപ്പം രാവിലെ കഴിച്ചിട്ട് പിന്നെ 1.5 മണിക്കൂർ ഇരിക്കണം. വീട് പോലെയാണ്. ഞങ്ങൾ ഒരിക്കലും 2 വർഷം പോയിട്ടുണ്ടല്ലോ. 3 വർഷത്തിനിടെ 2 പ്രാവശ്യം ഡിസൈൻ ഉണ്ടോ? ഇവിടുത്തെ ഇതാണ് വ്യൂ. എന്ത് ഇവാനി എന്താ എന്ത് പറയുന്നേ? ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. രാവിലെ വന്നിട്ട് വീട്ടിൽ പോയി കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. ചൂട് വെള്ളം കിട്ടി. രാവിലെ വന്ന് കട തുറന്ന് കടയ്ക്ക് നമുക്ക് നല്ല നൂൽപുട്ട്, പിന്നെ ഇലക്കകത്താണ് അവർ സെർവ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെന്തുമായിട്ട് ചമ്മന്തി ചട്നിയോ ആണോ? ഇവാനി നോക്ക് പഞ്ചസാരയും നൂൽപുട്ടും. ഇപ്പം കഴിക്കാൻ പോവാം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്ലഡ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇരിക്കാനല്ല, അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ചു ഇറങ്ങിയതാണ്. ഇതിപ്പോൾ കോട്ട മൈതാനമാണ്. ഇതാണ് പാലക്കാട് കോട്ട, ടിപ്പു സുൽത്താൻ്റെ കോട്ട. ഇപ്പോൾ ഇവിടെ വെള്ളമായതുകൊണ്ട് നല്ല വെള്ളമുണ്ട്. ഇതിൻ്റെ പേരെന്തോ? വെള്ളം നോക്കി. ഇതിനകത്ത് ആമയുണ്ട്. കുട്ടി ഇത് വലിയ കല്ലെടുത്തിട്ട് എറിയാൻ നിൽക്കുക. അപ്പം നമുക്ക് ഇവാനി ഫ്രണ്ടിൽ ഓടിപ്പോവാ. ചെറുതായിട്ട് മഴ പെയ്യുന്ന പോലുണ്ട്. എന്താണ് ഈ വെള്ളത്തിലൊക്കെ ആമയുണ്ട്. ചെളി പിടിച്ചിട്ട് അതിൻ്റെ പുറമൊക്കെ നോക്ക്. അതിനകത്ത് വെള്ള സിലേപ്പിയ മീനുണ്ട്. നമ്മളിനി കോട്ടയ്ക്കുള്ളിലേക്ക് കയറാൻ പോവാം. അപ്പോൾ ഒരു പാലം കടന്നിട്ട് വേണം കയറാൻ. ഇതാണ് ആ പാലം.
ഇവിടെയൊക്കെ ഓരോ കവാടങ്ങളുണ്ട്. പിന്നെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ഓരോ വാതിലുകളുണ്ട്. ഇത് നമ്മൾ ഫ്ലാഗൊക്കെ ഉയർത്തുന്ന കൊടിമരമാണ്. ഇവിടെ എന്താ ഒരു വാതിൽ, ഒരു ഗേറ്റൊക്കെ ഉണ്ട്. കോട്ടയുടെ അങ്ങ് ഉള്ളിലല്ല, കുറച്ച് വെളിയിലായിട്ടാണ് ഈ അമ്പലം. ഹനുമാൻ്റെ അമ്പലമാണ്. ഇന്നും രാവിലെ നല്ല തിരക്കൊക്കെ ഉണ്ട് അമ്പലത്തിൽ വരാൻ ആൾക്കാർ. ഏട്ടനൊക്കെ കയറി തൊഴുതു. ഇവിടെ കുറച്ചുകൂടി ഉള്ളിലോട്ടാണ്, ഇതിൻ്റെ ഉള്ളിലാണ് എന്താണ് ആ ഗേറ്റിൽ കൂടെ ഉള്ളിലോട്ട് കയറി പോകുന്നിടത്താണ് കോട്ട ഫുള്ള് കാണാൻ പറ്റുന്നത്. അങ്ങോട്ട് കയറാൻ പാസ് വേണം. എനിക്ക് നടക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറിയില്ല. ഇവിടെ വരെ വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവാം. ഇപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ്. ഞങ്ങളുടെ വീടിനടുത്തുള്ളതായ ഒരു ഹോട്ടലായത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വെളിയിലത്തെ വ്യൂ ഇതാണ്. നല്ല സൂപ്പറായിട്ടുണ്ട്. പാടത്തൊക്കെ നെല്ല് വെച്ചതേ ഉള്ളൂ. രണ്ടാമത് ബ്ലഡൊക്കെ കൊടുത്തു, റിസൾട്ടൊക്കെ കിട്ടി. നമുക്ക് വൈകിട്ട് ഡോക്ടറെ കാണാൻ പോകണം. നമുക്കതിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വൈകിട്ട് ഡോക്ടറെ കാണാനായിട്ട് പോകും. ഇനിയിപ്പോൾ വീട്ടിൽ പോകണം, കുറച്ച് റെസ്റ്റ് എടുക്കണം. സമയം ഇപ്പോൾ ഉച്ചയായി. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ വിചാരിച്ചു. ഒരു ഉഴുന്നുവട കഴിക്കാൻ ആഗ്രഹം തോന്നി കയറിയത്. നമ്മുടെ വീട് ഈ പാടത്തിനപ്പുറത്താണ്. അപ്പം നമ്മളിപ്പോൾ തന്നെ വീട്ടിലെത്തും. ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് പോവാം. അപ്പം ബുക്ക് ചെയ്തിട്ട് രാവിലെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഡോക്ടറെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു സന്തോഷ വാർത്ത, എൻ്റെ ഷുഗർ കുറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഡയറ്റ് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടുപ്പ് വേദനയുടെ കാര്യം കൂടി പറഞ്ഞു. അത്രേ ഉള്ളൂ. 14ാമത്തെ ദിവസം 26 നമ്മൾ ഇരുന്നിട്ട് അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോവാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.